സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചവരെ ആയുർവേദ ഡോക്ടർ നിങ്ങളെ സൗജന്യമായി പരിശോധിക്കുന്നതാണ്. പ്രമുഖ കമ്പനികളുടെ ഔഷധങ്ങൾ മിതമായ നിരക്കിൽ, ഡിസ്കൗണ്ട് നിരക്കിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതുമാണ്. നമ്മുടെ ചികിത്സ തുടർന്നു പോകും. തുടർ ചികിത്സയാണ് ഇതിന്റെ ലക്ഷ്യം. ആറ്റൂർ അറഫ സ്കൂളിൽ ശാസ്ത്രത്തിന്റെ കൗതുകലോകം തുറന്നിടുന്ന അത്ഭുത സംഗമം ആരംഭം കുറിച്ചു. കുരുന്നു മക്കൾക്കായി പ്രപഞ്ചത്തിന്റെ ശാസ്ത്ര കൗതുകം തുറന്നിടുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ ജിജ്ഞാസ വളർത്താനും കുരുന്നു മനസ്സുകളിൽ കലാനുസൃതമായ വിജ്ഞാനത്തെ വേരൂറപ്പിക്കാനും സഹായിക്കുന്ന അത്ഭുത സംഗമം പാഞ്ഞാൾ പഞ്ചായത്തിലെ ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കം കുറിച്ചു. അറഫയിൽ പഠിക്കുന്നവരും അല്ലാത്തവരുമായ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുരുന്നു മക്കൾക്കും രക്ഷിതാക്കൾക്കും സൌജന്യ പ്രവേശനത്തിന്റെ ഉദ്ഘാടനം അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ഹംസ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതാണ് ചന്ദ്രൻ, ഇതാണ് അമ്പിളി അമ്മാവൻ. ഈ അമ്പിളി അമ്മാവനിലേക്ക് മനുഷ്യൻ പോകുന്ന കഥയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അവിടേക്ക് മനുഷ്യൻ എത്തുകയാണ്. ഇതിലാണ് പഠിക്കുന്നത്. മാത്രമല്ല, ഇനി നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അമ്പിളി അമ്മാവനിലേക്കുള്ള യാത്ര നിങ്ങൾക്കും ഒരു അവസരം കിട്ടിയെന്ന് വന്നേക്കാം. എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയാൻ പറ്റില്ലല്ലോ. സയൻസും ടെക്നോളജിയുമൊക്കെ കണ്ണ് വെട്ടിമിഴിക്കുന്ന വേഗതയിലാണ് അതിഗംഭീരമായ പ്രയാണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലുതാവുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ അമ്പിളി അമ്മാവനിലേക്ക് പോകാൻ പറ്റിയെന്ന് വരും. അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ മനുഷ്യൻ അമ്പിളി അമ്മാവനെയും വിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ചൊവ്വ, അമ്പിളി അമ്മാവൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ്. ഇനി തൊട്ട അയൽവാസിയുണ്ട് അപ്പുറത്ത്, അതാണ് ചൊവ്വ. ചൊവ്വയും നെപ്റ്റ്യൂനും യുറാനസും ഒക്കെ കിടക്കുന്ന മറ്റ് ഗ്രഹങ്ങളിലേക്കൊക്കെ തന്നെ മനുഷ്യന് യാത്ര പോകാൻ പറ്റിയെന്ന് വരും. മാത്രമല്ല, കാലം അങ്ങനെ കുറേ കൂടി കഴിഞ്ഞു പോയാൽ നമ്മൾ ഈ പറഞ്ഞ സംഗതിയൊക്കെ സൗരയൂഥം എന്നുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട സംഗതികളാണ്. സൗരയൂഥം, അതിന് കേന്ദ്രമാണ് സൂര്യൻ. ആ സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളുണ്ട്. ആ 8 ഗ്രഹങ്ങൾക്ക് ചുറ്റും വേറെ കുറേ ഉപഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയാണ് ആ കുടുംബം. ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ടെക്നോളജി ആയാലും വിദ്യാഭ്യാസമായാലും മറ്റുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയായാലും ഒരുപാട് വ്യത്യാസങ്ങൾ. ഇന്ന് കാണുന്നത് നാളെ കാണുന്നില്ല, വേറൊരു ടെക്നോളജി വരുന്നു. അങ്ങനെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നോളജി വികസിക്കുന്നതിനോടൊപ്പം നമ്മുടെ മക്കളും ഒരുപാട് വികസിക്കുന്നുണ്ടെങ്കിലും അവർ ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഓരോ രക്ഷിതാക്കളും ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ വസന്ത മാധവൻ, മറ്റ് അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. CCV ന്യൂസ് പാഞ്ഞാൾ.